ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമ്മളിപ്പം നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജിയാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഓർത്ത് വെക്കുക, ഇതൊരു കളക്റ്റീവ് ആൻഡ് ടൈംലെസ് റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി? വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളുടെ പേഴ്സൻ്റെ നെയിം മനസ്സിലേക്ക് റിപ്പീറ്റ്ലി കൊണ്ടുവരിക. അവരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല നല്ല മൊമെൻറ്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ സബ് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ജനറൽ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി. കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറൻറ്റ് എനർജി ഫസ്റ്റ് തന്നെ വന്ന് നമുക്ക് കിങ് ഓഫ് കപ്സ് ആണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എല്ലാം തന്നെ ഹൈഡ് ചെയ്ത് വെക്കുന്ന ഒരു എനർജിയിലാണ്. ഹൈഡ് മാത്രമല്ല, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അവരിപ്പം ഒന്നും എക്സ്പ്രസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവർക്കൊന്നും ഇപ്പം പുറത്ത് കാണിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. ഒരു കിങ്ങിൻ്റെ എനർജിയിലേക്ക്, അല്ലെങ്കിൽ ഒരു കൂടുതലായിട്ടും ഒരു മസ്കുലൻ എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾ തന്നെ മേ ബി അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം. നിങ്ങളുടെ വ്യക്തി ഒന്നും തന്നെ പറയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ റിപ്ലൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ തരുന്നില്ല. നിങ്ങൾ എത്ര കരഞ്ഞ് കാല് പിടിച്ചാലും, അല്ലെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ വ്യക്തി ഒന്ന് വാ തുറക്കുന്നുണ്ടാവില്ലായിരിക്കാം. അവരതൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അവർ ഇരിക്കുന്ന ഒരു എനർജിയാണ്. അതായത് വലിയൊരു കടലിൻ്റെ നടുവിൽ ഒരു കസേരയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, ബാക്കി മുഴുവൻ വെള്ളമായിരിക്കും. അതുപോലെ അവരെ സെറ്റ് ചെയ്ത് വെച്ചേക്കുക. ഒന്നിനെയും അവരിലേക്ക് അടുപ്പിക്കുന്നില്ല. ഓക്കെ, അവർ കണ്ടാലും കാണാത്ത വിധത്തിൽ നടക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പം കറൻ്റ്ലി അവരുള്ളത്. അതിൻ്റെ റീസൺ ആയിട്ട് മേ ബി നിങ്ങളുടെ ഇടയിൽ വല്ല തേർഡ് പാർട്ടി സിറ്റുവേഷൻസും ഉണ്ടാകുമായിരിക്കും. ഇവരുടെ ഈ ഒരു ക്യാരക്ടർ കൊണ്ട് നിങ്ങൾ തന്നെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും, എന്താ ഈ പേഴ്സൺ ഇങ്ങനെ ചെയ്യുന്നത്, എന്തിനാ ഇവരിങ്ങനെ വേദനിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇവർക്ക് മനസ്സില്ലേ, ഒരു മനുഷ്യത്വം ഇല്ലേ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാകും. അവരോട് നിങ്ങൾക്ക് ശത്രുത വരെ തോന്നിയിട്ടുണ്ടാകും. ഇനി വേണ്ട എന്നുള്ള രീതിയിൽ വരെ നിങ്ങൾ ഈ ഒരു ക്യാരക്ടർ കാരണം ചിന്തിച്ചിട്ടുണ്ടാകും. നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് പേജ് ഓഫ് വാൻസ് ആണ്. ഇതൊരു ഡിസ്റ്റൻസ് കാണിച്ചു തരികയാണ്. നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ, നിങ്ങളുടെ പേഴ്സൺ പുറത്തും നിങ്ങൾ ചിലപ്പം വേറൊരു സ്ഥലത്തും, അതായത് ചിലപ്പം നിങ്ങളുടെ വീടുകൾ തമ്മിലായിരിക്കും അകൽച്ചയുള്ളത്, അല്ലെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ലോങ് ഡിസ്റ്റൻസിലായിരിക്കും. കാണാൻ വിചാരിച്ചാൽ കാണാനൊന്നും പറ്റാത്ത അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കാം മേ ബി നിങ്ങളുള്ളത്. അല്ലെങ്കിൽ ഏജ് ഡിഫറൻസ് ആയിരിക്കും. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നതെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകളും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ കുറേ നാൾ കൊണ്ട് ഫേസ് ചെയ്യുന്ന ഒരാളായിരിക്കും. അതായത് ഒരു റിയൂണിയൻ ഇല്ലാതെ കുറേ നാൾ കൊണ്ട് ഫേസ് ചെയ്യുക. ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. മേ ബി അത് നിങ്ങളുടെ എനർജി ആയിരിക്കാം. ഒരുപാട് നിങ്ങൾ ചേസ് ചെയ്ത് പോയിട്ടുണ്ടാകാം. അതുപോലെ തന്നെ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടാകാം. അവർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾ കുറേ ഫൈറ്റിന് പോയിട്ടുണ്ടാകാം. ഈ ഒരു പേഴ്സൺ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാകാം. അങ്ങനെ ഒരു എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. ഹെർമിറ്റ് കാർഡ് വന്നിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങളുടെ എനർജിയുമാണ്. കൂടുതൽ പേരും, ഈ ഒരു വീഡിയോ കാണുന്ന കൂടുതൽ പേരും ഇപ്പോൾ ഒരു സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അതായത് അവനവന് പ്രിയോറിറ്റി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടാകാം. അത് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് കാരണം പഠിച്ചിട്ടുള്ള ഒരു പാഠമായിട്ടാണ് കാണുന്നത്. ഈ റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾ സ്വയം നിങ്ങൾക്കൊരു വാല്യൂ കൊടുക്കാൻ പഠിച്ചു. ആളുകളെ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളതും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം. ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സൺ എനർജി നോക്കുമ്പം അവർ സെൽഫിഷ് ആവുക എന്ന് വേണമെങ്കിൽ പറയാം. അതായത് അവനവന് പ്രിയോറിറ്റി കൊടുക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ കാണാതെ, അല്ലെങ്കിൽ അവരെ വേദനിപ്പിച്ചുകൊണ്ട് നമ്മൾക്ക് തന്നെ പ്രിയോറിറ്റി തരുന്നത്
സെൽഫിഷ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ നിങ്ങളുടെ പേഴ്സൺ സെൽഫിഷ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ അതിന് പറയുന്ന ഒരു പേര് അവർ അവരെ തന്നെ പരിഗണിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അതൊരു സെൽഫിഷ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ എനർജി നോക്കുമ്പം നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയ ഒരു സെൽഫ് ലവിലേക്ക്, ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. മേ ബി നിങ്ങൾ പ്രെയർ ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടാകാം ഇപ്പം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പം ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനർജി വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനർജി കൊടുക്കുന്നുണ്ടാകാം. ഹൈ പ്രീസ്റ്റസ് ആണ് എഗെയിൻ വന്നിട്ടുള്ളത്. നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നിട്ടുണ്ടാകാം. അത് മൂന്നാമത്തെ വ്യക്തികൾ തന്നെയായിരിക്കാം നിങ്ങളുടെ ഇടയിൽ തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. എന്താണെങ്കിലും നിങ്ങൾ ഇവിടെ ഈ വ്യക്തിക്ക് വേണ്ടി നല്ല രീതിക്ക് ഹീലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഹീലാവാൻ വേണ്ടിയിട്ട്. അപ്പം എന്തെങ്കിലും കണക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ കുറേ ഹീലാവാനുണ്ട് എന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഫലം കാണുന്നുണ്ട്, അവർക്ക് അതിൽ മാറ്റമുണ്ട്. ആ പേഴ്സണ് നിങ്ങൾ കൊടുക്കുന്ന ഹീലിംഗ് അവർക്കും ഹീലാകുന്നുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. മേ ബി നിങ്ങൾ കുറേ നാൾ കൊണ്ട് ഈ റിലേഷൻഷിപ്പ് സ്റ്റോപ്പായി നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർ ഹീലായി വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അവർക്ക് ആ ഹീലിംഗ് ടൈം അവസാനിക്കാനായി എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കാം. അങ്ങനെയെങ്കിൽ ഫുൾ കാർഡാണ് വന്നത്, ന്യൂ ബിഗിനിങ് കാർഡാണ്, വളരെ പോസിറ്റീവാണ്, പുതിയൊരു തുടക്കം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പം ഹീലിംഗ് ഇവിടെ ഇത്രയും കുറേ നാളത്തെ സമയം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക, കുറേ നാളത്തെ ടൈം നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു റിയൂണിയൻ ഇപ്പം അതിൻ്റെ ഒരു ടൈമാണ് എന്നുള്ളതാണ്. പുതിയൊരു തുടക്കം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 8 ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. ഇത് അവരുടെ തോട്ട്സ് ആണ്. ഇപ്പോഴും റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സുകൾ അവർ ക്യാരി ചെയ്യുന്നുണ്ട്. അത് മേ ബി നിങ്ങൾ അവരുടെ അടുത്ത് പെരുമാറിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും. അതായത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു പോയതായിരിക്കും, അല്ലെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ബിഹേവ് ചെയ്ത ഒരു രീതി വെച്ചിട്ടൊക്കെ ആയിരിക്കും. ചില കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ എവിടേക്കോ ഇങ്ങനെ കൊണ്ട് നിൽക്കുന്നുണ്ട്. അത് അവർ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുമ്പം അവരൊന്ന് സ്റ്റക്കായി പോകുന്നുണ്ട്. സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അവരുടെ അടുത്ത് എതിർത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്തെ തെറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഫോർഗീവ് ചെയ്യുക, അല്ലെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കുക കേട്ടോ. ഓപ്പൺ ഒക്കെ ചെയ്ത് നോക്കുക. ഇവിടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് 4 ഓഫ് വൺസ് ആണ്. ഇതൊരു സെലിബ്രേഷൻ കാർഡാണ്. നിങ്ങൾ എൻഗേജ്മെൻറ്റ് മാരേജ് ഒക്കെ തീരുമാനിച്ച് നിൽക്കുന്ന ആളുകളാണെങ്കിൽ അവർ അതിന് തയ്യാറെടുത്തു എന്ന് വേണം പറയണമെങ്കിൽ. തീരുമാനം അവർ പോസിറ്റീവായിട്ട് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിയൂണിയൻ പോസിബിലിറ്റി കാണിക്കുന്ന ഒരു കാർഡാണ്. സോ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ഇവിടെ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇനി ഓവറോൾ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസും കൂടി നോക്കാം. യൂണിവേഴ്സ് ഗൈഡൻസ് എന്തെങ്കിലും. പേഷ്യൻസ് ആൻഡ് പ്ലാനിങ് ആണ് കാണുന്നത്. ഇത്രയും നാളും നിങ്ങൾ വെയിറ്റ് ചെയ്തെങ്കിൽ ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്നുള്ളതാണ്. അതായത് നിങ്ങളടുത്ത് ക്ഷമയോടെ ഇരിക്കാനാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്ലാൻ ചെയ്യുക, അവർ വരുമ്പോൾ അവരെങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യുക. അത് നെഗറ്റീവായിട്ടല്ല പറയുന്നത്. ഇപ്പം നിങ്ങളെ ഭയങ്കരമായിട്ട് ദ്രോഹിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അവർ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങൾക്ക് അവരെ വേണം, പക്ഷെ അവർ നിങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അവർ തിരിച്ചു വരുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് തന്നിട്ടുള്ള പാഠങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അത് എഗെയിൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ബൗണ്ടറിയും നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതായത് നിങ്ങൾക്ക് തലയാട്ടി കേൾക്കാം, പക്ഷെ അതിനെ സ്വീകരിക്കണോ വേണ്ടയോ, ആ ഒരു വേദനയെ സ്വീകരിക്കണോ വേണ്ടയോ, അല്ലെങ്കിൽ ആ ഒരു ചതിയെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമായിരിക്കണം എന്നുള്ളതാണ്. സോ വളരെ കെയർഫുള്ളായിട്ടിരിക്കുക. പിന്നെയും ആ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പം കെയർഫുള്ളായിട്ടിരിക്കുക. ഇത് അവർ ചതിക്കുന്നതിന് വേണ്ടിയിട്ടല്ല പറയുന്നത്, പക്ഷെ സിറ്റുവേഷൻസ് എപ്പോൾ വേണമെങ്കിലും മറിയാം എന്നുള്ളതാണ്. അപ്പം ചില പാഠങ്ങൾ നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പാഠങ്ങൾ മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ക്ഷമയോടെ ഇരിക്കുക. വേറെ എന്തെങ്കിലും ഒരു ഗൈഡൻസും കൂടെ. സോളാർ പ്ലെക്സസ് ചക്രയാണ് നിങ്ങളടുത്ത് മെഡിറ്റേഷൻ നന്നായിട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. നല്ല രീതിക്ക് നിങ്ങൾക്ക് ടെൻഷൻ, ഓവർ തിങ്കിങ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് അവിടെ നിന്ന് ആൻസർ കിട്ടും, സ്വയം ആൻസർ കിട്ടും, സെൽഫ് ലവ് ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ. അപ്പം നിങ്ങൾക്ക് ഉള്ള റീഡിംഗ് എന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.